നമസ്കാരം. ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആഗോള മുലയൂട്ടൽ വാരം ഇന്നു മുതൽ 7-ാം തീയതി വരെ. മുലയൂട്ടൽ സുസ്ഥിരമാക്കാൻ ഒരുമിക്കാമെന്നത് ഇത്തവണത്തെ യൂണിസെഫിന്റെ സന്ദേശം. ഇന്ത്യയിൽ പ്രായമേറിയവരിൽ നല്ലൊരു വിഭാഗവും ഏതെങ്കിലും രീതിയിലുള്ള മാനസിക രോഗങ്ങൾക്ക് വിധേയരെന്ന് പഠനം. മണൽവിരയുടെ രക്തത്തിൽ നിന്ന് അത്ഭുത മരുന്ന് കണ്ടെത്തി ഗവേഷകർ. ആഗോള മുലയൂട്ടൽ വാരം ഇന്നു മുതൽ 7-ാം തീയതി വരെ. മുലയൂട്ടൽ സുസ്ഥിരമാക്കാൻ ഒരുമിക്കാമെന്നതാണ് ഇത്തവണത്തെ യൂണിസെഫിന്റെ സന്ദേശം. കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കും ഒരുപോലെ ഫലപ്രദമാണ് മുലയൂട്ടൽ. ജനിച്ച ആദ്യ മണിക്കൂറിൽ കുഞ്ഞിന് നൽകുന്ന മുലപ്പാൽ കുഞ്ഞിന് അമൃതാണ്. കുഞ്ഞിന് പ്രതിരോധശേഷി നൽകി ഒരുപാട് രോഗങ്ങളിൽ നിന്നും അത് സംരക്ഷിക്കുന്നു. കുട്ടിയുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് മുലപ്പാലൂട്ടൽ നിർണായകമാണ്. 6 മാസം മുലപ്പാൽ മാത്രം കുടിച്ചു വളരുന്ന കുട്ടികൾക്ക് പ്രമേഹം, ഹൃദ്രോഗം, ആസ്മ, അർബുദം എന്നീ രോഗങ്ങൾ പിന്നീട് ബാധിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നു. മുലപ്പാൽ കുടിച്ചു വളരുന്ന കുട്ടികൾക്ക് ബുദ്ധി കൂടുതലാണെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുലയൂട്ടുന്ന അമ്മമാരിൽ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉൾപ്പെടെയുള്ള രോഗസാധ്യതകൾ കുറവാണെന്നും പഠനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. മുലയൂട്ടൽ വാരം ഇന്ന് തുടങ്ങവേ അതിന്റെ പ്രാധാന്യം, പ്രസക്തി, ഇത്തവണത്തെ സന്ദേശം, ഇതേക്കുറിച്ചൊക്കെ ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം SK ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ശ്രീജിത്ത് ആറാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആഗോള മുലയൂട്ടൽ വാരം ഇന്നിപ്പോൾ തുടങ്ങുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ 7 വരെ. സുസ്ഥിരമായ മുലയൂട്ടൽ സുസ്ഥിരമാക്കാൻ നമുക്ക് ഒരുമിക്കാം എന്നതാണ് ഇത്തവണത്തെ യൂണിസെഫിന്റെ സന്ദേശം. എന്താണ് ഈ ഒരു സന്ദേശം അർത്ഥമാക്കുന്നത്? അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുലപ്പാൽ എന്ന് പറയുന്ന ഒരു അമൃത് തന്നെയാണ് കുട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മയ്ക്ക് മുലയൂട്ടൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ മുലയൂട്ടൽ ചെയ്യണമെങ്കിൽ ചുറ്റുപാടിലുള്ള സപ്പോർട്ട് ആ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് ഒരു അമ്മയ്ക്ക് ചുറ്റും നിൽക്കുന്ന അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാർ, ഭർത്താവായിക്കോട്ടെ, അതിനു വേണ്ടിയുള്ള ഹെൽപ്പ്, അതായത് ഭാര്യയ്ക്ക് വേണ്ടിയുള്ള കുട്ടിയെ നോക്കുക, താലോലിക്കുക, അത്രയും സമയം അമ്മയ്ക്ക് റിലാക്സ് ചെയ്യാൻ സമയം കൊടുക്കുക, ഭാര്യയുടെ മാനസികമായ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനുള്ള ശ്രമം ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് വരിക. ഇനി അമ്മൂമ്മയായിക്കോട്ടെ, ഒരു സംശയം, ഒരു മുലയൂട്ടുന്ന അമ്മയ്ക്കൊരു സംശയം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക അമ്മയുടെ അടുത്തും അമ്മൂമ്മയുടെ അടുത്തും ആയിരിക്കും. അപ്പോൾ ആ സംശയ നിവാരണം, അവർക്ക് വേണ്ടിയുള്ള മാനസികമായ സപ്പോർട്ട്, കൂടാതെ ആ ഒരു അമ്മയുടെ ഫ്രണ്ട്സ്, ഇപ്പോൾ കൂടെ പഠിച്ചതോ ജോലി ചെയ്യുന്നതോ ഫ്രണ്ട്സ്, അവരിടയ്ക്കിടയ്ക്ക് വീട്ടിൽ സന്ദർശിക്കുക. അമ്മയ്ക്ക് വേണ്ടി ആ മുലയൂട്ടുന്ന ആ ഒരു സന്ദർഭം, മദർഹുഡ് എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അവർക്ക് പലരോടത്തും അത് ഷെയർ ചെയ്യാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവരുടെ ആ ഷെയറിങ് കേൾക്കാനുള്ള സന്മനസ് കാണിക്കുക. അതുകൂടാതെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ അമ്മമാർ ഒരു 3 മാസം കഴിയുമ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കും. ജോലിക്ക് പോകുന്ന സമയത്ത് സ്വന്തം ബോസ്, അദ്ദേഹത്തിന് ആ ഒരു സ്ത്രീ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അമ്മ ജോലി ചെയ്യുന്ന ആ ഒരു സ്ഥലം നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കുക, അവർക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുക്കുക. അതേപോലെ ആ ജോലി ഭാരം പകർന്നു കൊടുക്കുക, മറ്റു അവരും കൂടെ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഷെയറിങ് അങ്ങനെ ചെയ്യുക. അങ്ങനെ മാനസികമായും ശാരീരികമായും ഈ അമ്മയ്ക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും എല്ലാ ഭാഗത്തു നിന്നും ചെയ്യുമ്പോൾ മാത്രമേ സുസ്ഥിരമായി നമുക്ക് മുലയൂട്ടൽ 6 മാസം വരെ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ ഒരു തീമിൻ്റെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ വർഷത്തെ. ഓക്കെ, പലതവണ പല വേദികളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണെങ്കിലും വീണ്ടും എത്രത്തോളം പ്രസക്തമാണ് എന്നത് ഈ വാരം ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം. മുലയൂട്ടലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കാം. മുലയൂട്ടൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. അതായത് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഇത്രയും വൃത്തിയുള്ള, ഇത്രയും ഒരു ക്ലീൻ ആയിട്ടുള്ളതും ഒരു ഇൻഫെക്ഷൻ ഇല്ലാത്തതുമായിട്ടുള്ള പദാർത്ഥം വേറെ ഇല്ല, ലോകത്തില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമുക്ക് വേറെ ഏതൊരു ഒരു പാലും അല്ലെങ്കിൽ വേറെ ഏത് ആഹാരവും ഇത്രയും ഒരു ശുദ്ധമായ പരിശുദ്ധിയുള്ള ഒരു ഫുഡായിരിക്കില്ല. ഒന്ന്. രണ്ടാമത്,
നേരത്തെ സൂചിപ്പിച്ചതുപോലെ, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പലവിധ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, പഠനങ്ങൾ മാത്രമല്ല അത് സത്യവുമാണ്, ഈ ഡയബറ്റിസ് ഉൾപ്പെടെ അതേപോലെ കുട്ടികളിൽ ഒരു 6 മാസം വരുന്ന ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയും, അണ്ടർ 5 മോർട്ടാലിറ്റി ഒക്കെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്നത് മുലപ്പാലാണ്. കുട്ടികൾ ഈ സമയത്തുണ്ടെന്ന ന്യൂമോണിയ, വയറിളക്കം, അങ്ങനെ പലതും നമുക്ക് ഈ മുലപ്പാൽ നൽകുന്നതിലൂടെ, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറയും, മൊത്തം മുലപ്പാൽ നൽകുന്നതിലൂടെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ കുട്ടിയും അമ്മയും തമ്മിലുള്ള ബോണ്ടിങ്, അത് സാധാരണ നമുക്ക് കൊടുത്തു തുടങ്ങിയ ഉടനെ ഒരു ബോണ്ടിങ് രൂപപ്പെടുന്നതായിരിക്കും. അത് മാനസികമായിട്ട് വളർന്നു വരുന്ന ഒരു അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യും, അമ്മയും കൊച്ചും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുകയും ചെയ്യും. അങ്ങനെ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ഈ മുലപ്പാൽ നൽകുന്നതിലൂടെ ഉള്ളത്. ഇത് കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതൽ പാല് കൊടുത്ത് തുടങ്ങണം എന്നത് സംബന്ധിച്ച് ഇപ്പോഴും പലർക്കും സംശയമാണ്. മാത്രമല്ല പലരും ആദ്യത്തെ പാൽ അതിന് നിറമില്ല, ലൈറ്റായിരിക്കും എന്ന് പറഞ്ഞ് അത് കളയാൻ മുതിർന്നവരും മുത്തശ്ശിമാരുമൊക്കെ ചിലരോട് ഉപദേശിക്കാറുമുണ്ട്. ഇത്തരം തെറ്റിദ്ധാരണകൾ ഇപ്പോഴും നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നിൽക്കുന്നുണ്ടോ? ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാലും പണ്ടത്തെ അപേക്ഷിച്ച് വളരെ വ്യത്യാസമുണ്ട്. എന്നിരുന്നാലും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇത് കൊച്ച് ജനിച്ച് അരമണിക്കൂറിനകം തന്നെ അമ്മയുടെ പാൽ നൽകി തുടങ്ങണം എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മൾ വിചാരിക്കുന്ന പലപ്പോഴും തെറ്റിദ്ധാരണപരമായ കാര്യം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് പാലില്ല, കുറച്ചേ ചുരത്തുന്നുള്ളൂ. സത്യമാണ്, കുറച്ചേ ആദ്യം ചുരത്തുള്ളൂ. ആദ്യം വരുന്നത് മഞ്ഞപ്പാലാണ്, കൊളസ്ട്രം എന്ന് പറയും. ഇത്രയും പോഷകമൂല്യവും ഫാറ്റ് കണ്ടൻറ്റുമായിട്ടുള്ള വേറൊരു പദാർത്ഥമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പലരും കൊളസ്ട്രം ഇപ്പോഴും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അതാണ് ആദ്യത്തെ അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പാൽ നമ്മൾ നിർബന്ധമായും ചുരുത്തണം എന്ന് നമ്മൾ പറയുന്നത്. കൊളസ്ട്രത്തിൻ്റെ അകത്ത് വളരെയധികം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നത്, ഇമ്മ്യൂണിറ്റി നൽകുന്നതുമായ പദാർത്ഥങ്ങളാണ് അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്, ഈ ഒരു മിസ്കൺസെപ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം കുറച്ച് പാൽ നേർത്തതാണ്, അത് കളയണം എന്നുള്ളതുപോലെ, അത് തെറ്റായ ഒരു ധാരണയാണ്. കാര്യം ഒരു അമ്മ മുലയൂട്ടുമ്പോൾ അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ 2 തരം പാലുകളാണ് വരുന്നത്. ഒന്ന് ഫോർ മിൽക്ക്, ആദ്യം വരുന്ന പാൽ നേർത്ത പാലാണ്, അധികം വെള്ളം പോലെ ഇരിക്കും. രണ്ടാമത് കുറച്ച് കഴിയുമ്പോൾ ഹൈൻ മിൽക്കും വരും, അതായത് കുറച്ച് കട്ടി കൂടിയ ഒരു പാലാണ് അത് ഉദ്ദേശിക്കുന്നത്, കട്ടി കൂടിയ പാലാണ്. അപ്പോൾ ഈ ഫോർ മിൽക്കിലാണ് വെള്ളം, ഈ പ്രോട്ടീൻസ് എല്ലാം അടങ്ങിയിരിക്കുന്നത് ഫോർ മിൽക്കിലാണ്. ഹൈൻ മിൽക്കിലാണെങ്കിലോ കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടിനും തുല്യ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആദ്യം ചുരത്തുന്ന പാലും കൊടുത്തിരിക്കണം, അത് കളയേണ്ട ഒരു ആവശ്യവുമില്ല. നിർബന്ധമായും ഒരു കുട്ടിയെ ഫീഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ ബ്രസ്റ്റ് കംപ്ലീറ്റായിട്ട് എംപ്റ്റി ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് മൊത്തം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ബ്രസ്റ്റിലോട്ട് നമ്മൾ കൊടുക്കാവൂ. കാര്യം എന്നിരുന്നാൽ മാത്രമേ ഈ 2 തരത്തിലുള്ള പാലുകളും, അതായത് നേർത്ത പാലായ ഫോർ മിൽക്കായാലും കട്ടിയുള്ള പാലായ ഹൈൻ മിൽക്ക്, ഇത് രണ്ടും കുട്ടിക്ക് അത്യാവശ്യമാണ്. രണ്ടും പോയി തന്നെ തീരണം എന്നുള്ളതാണ് സത്യാവസ്ഥ. കുഞ്ഞിന് ഏതൊക്കെ രീതിയിൽ ഇത് കൊടുക്കാൻ സാധിക്കും? പ്രത്യേകിച്ച് കുഞ്ഞിന് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ആ പ്രസവ സമയത്തിന് ശേഷം അരമണിക്കൂർ തൊട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ കംഫർട്ടായിട്ട് ഏതൊക്കെ പൊസിഷനുകളിൽ കുഞ്ഞിന് പാല് കൊടുക്കാൻ സാധിക്കും? അത് നമുക്ക് എപ്പോഴും ഇപ്പോൾ ആദ്യത്തെ ഒരു സമയത്ത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പലപ്പോഴും കുട്ടിയെ നേരിട്ട് ഇരുത്തുകയും അല്ല അമ്മയെ കുറച്ച് നേരത്തെ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിൽ ഇരുത്തുകയും അതുവഴി ചുരുത്തി തുടങ്ങുകയും ചെയ്യണമെന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കുറച്ച് സമയം ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യത്തെ ഒരു ദിവസം കുട്ടിയുടെ പാല് കുറവായിട്ട് തോന്നാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിയുടെ വയറും വളരെ ചെറുതാണ്. അപ്പോൾ ആ ചുരുത്തുന്ന പാല് മതിയാകും കുട്ടിക്ക് എന്നുള്ളതാണ് സത്യാവസ്ഥ. പലരും അത് മനസ്സിലാക്കാതെ സ്വന്തം വയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത്. അപ്പോൾ നേർത്ത പാല്, ആദ്യം കിട്ടുന്ന പാല് കുറച്ചായാലും അത് മതി. ഓൺ ഡിമാൻഡാണ്, അതായത് കുട്ടി എപ്പോഴൊക്കെ കരയുന്നു അപ്പോഴെല്ലാം കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ 4 മണിക്കൂർ ഇടവിട്ട് 2 മണിക്കൂർ ഇടവിട്ട് 3 മണിക്കൂർ ഇടവിട്ട് അങ്ങനെയല്ല. അപ്പോൾ ഈ എപ്പോഴും കൊടുക്കുമ്പോൾ അപ്പം അമ്മയുടെ മനസ്സിൽ പോകുന്നത് ചിലപ്പം പാല് തികയുന്നില്ലയോ എന്നുള്ളൊരു ചോദ്യവും വരാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കുട്ടി ജനിച്ചത് തൊട്ട് ഒരു കുറച്ച് പ്രായമാവുന്നവരെ അവൻ്റെ വെളിയിലോട്ടുള്ള ചിന്താഗതി അല്ലെങ്കിൽ അവൻ വെളിയിൽ കാണിക്കുന്നത് കരച്ചിലിലൂടെയാണ്. എന്തും, അത് വിശക്കുന്നത് മാത്രമല്ല, എന്തും അവൻ്റെ ഇത് കാണിക്കുന്നത് കരച്ചിലിലൂടെയാണ്. അപ്പോഴെല്ലാം അവന് സാന്ത്വനം നൽകുന്നത് അമ്മയുടെ സാമീപ്യമാണ്. അത് അമ്മയുടെ പാല് കൊടുക്കുമ്പോൾ ചിലപ്പോൾ അമ്മയുടെ സാമീപ്യം കൊണ്ടായിരിക്കും അവൻ കുറേ കരച്ചിൽ നിർത്തുന്നത്. ചിലപ്പോൾ പാല് ഒരു ഫാക്ടറി ആയിരിക്കില്ല. എന്നിരുന്നാലും നമ്മൾ പാല് ചുരുത്താൻ പറയും. അപ്പോൾ അങ്ങനെ
വിശപ്പെങ്കിൽ വിശപ്പ്, സാന്ത്വനമെങ്കിൽ സാന്ത്വനം, എല്ലാത്തിനും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, അത് മുലയൂട്ടൽ മാത്രമാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ടും നമ്മൾ എത്ര നേരം എന്നല്ല, എപ്പോഴൊക്കെ കുട്ടിക്ക് ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം കൊടുക്കുക. അതിനനുസൃതമായി ഉള്ള പാല് കുട്ടി അമ്മയുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം കുറയുമ്പോൾ വന്നു തുടങ്ങുക തന്നെ ചെയ്യും. അത് കുട്ടിക്ക് അമൃതായ ആ പാല് വളരെയധികം ഉപകാരവും ചെയ്യും. ഓക്കെ, പലപ്പോഴും ഒരു എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്ന് പറഞ്ഞ സാർ നേരത്തെ സൂചിപ്പിച്ചു. ഈ 6 മാസവും മുലപ്പാൽ തന്നെ കുഞ്ഞിന് കൊടുക്കുക പലപ്പോഴും അമ്മമാർക്ക് സംശയമാണ്, അല്ലെങ്കിൽ കൂടെയുള്ള കുറച്ച് പ്രായം ചെന്നവർക്ക് സംശയമാണ്, കുട്ടിക്ക് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും ഇതിൽ നിന്ന് മാത്രമായി ലഭിക്കുന്നുണ്ടോ? പലയിടത്തും ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ മറ്റു വസ്തുക്കളൊക്കെ ചെറിയതായിട്ടെങ്കിലും കൊടുത്തു തുടങ്ങുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അത് എത്രത്തോളം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറാണ്? ഒന്നാമത്തെ കാര്യം പറയേണ്ടത്, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നാൽ ജനിച്ച ആ അരമണിക്കൂർ തൊട്ട് 6 മാസം വരെ കമ്പൽസറി ആയിട്ട് അമ്മയുടെ പാല് മാത്രം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പലതരം ചോദ്യം വരാം. അപ്പോൾ നമുക്ക് വെള്ളം കൊടുത്തുകൂടെ എന്ന് ചോദിക്കാം. ചിലർ ചോദിക്കുന്നുമുണ്ട്, നമ്മുടെ പേഷ്യൻസൊക്കെ ഒരു വെള്ളം കൊടുത്തുകൂടെ, അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അമ്മയുടെ പാലിൽ വെള്ളം ഉൾപ്പെടെ കുട്ടിക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു പാലാണ് അമ്മയുടെ പാലെന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഒരു കുറവും അതിനില്ല. അപ്പോൾ നിർബന്ധമായിട്ടും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യണം. പിന്നെ ഇത്തരം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നതിലൂടെ പല അസുഖങ്ങളും നമുക്ക് ഭാവിയിൽ വരും, ഇൻക്ലൂഡിങ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചത് ക്യാൻസർ, മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്, ഇതെല്ലാം ഒരു പഠനങ്ങളല്ല, അതൊരു വസ്തുതയും കൂടെയാണെന്നുള്ള സത്യാവസ്ഥ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഒരു കാര്യം കണ്ടുവരുന്നത്, 3 മാസം കഴിയുമ്പോഴൊക്കെ നമ്മൾ കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് ആ ഒരു വണ്ണത്തിലല്ല എന്നുള്ള കാര്യം കൂടെ എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അമ്മയുടെ പാല് കുറച്ച് കുടിക്കുന്ന കുട്ടികൾക്ക് സാധാരണ, അതായത് മറ്റു പാലുകളും കൂടെ കുടിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് പ്രമേഹം പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഏറ്റവും കൂടുതൽ കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ അമ്മയുടെ പാല് കൊടുക്കുന്നതിലൂടെ നമുക്ക് വണ്ണം കൂടും എന്നുള്ളതല്ല, ഒരു ആരോഗ്യപരമായ ഒരു ശരീരം അല്ലെങ്കിൽ ഒരു അവസ്ഥ കുട്ടിക്ക് സംജാതമാകുന്നു എന്നുള്ള സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനുകൊണ്ട് നമുക്ക് വണ്ണം കൂടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരാൾ പറയുന്നത് പോലെ വേറെ എന്തെങ്കിലും കൂരവോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാം എന്നുള്ള ചിന്താഗതി വച്ചു കൊളുത്തുന്നത് ശരിയല്ല. നമ്മൾ ഇമ്മ്യൂണൈസേഷന് നമ്മൾ പോകുന്നുണ്ടല്ലോ, ഡോക്ടറെ കാണുന്നുണ്ടല്ലോ, ആ ഒരു സമയത്ത് എന്തായാലും ഡോക്ടർ വെയ്റ്റും ഹൈറ്റും എല്ലാം നോക്കുന്നുണ്ട്. അതനുസൃതമായി ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഫർദർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ അത് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഒരു കാരണവശാലും നമ്മളായിട്ട് കുട്ടിക്ക് വണ്ണം കൂടുന്നില്ല, കുട്ടിക്ക് ആരോഗ്യമില്ല എന്നുള്ള സ്വയം ഒരു തീരുമാനം എടുത്തുകൊണ്ട് അമ്മപ്പാൽ നിർത്തുകയോ മുലപ്പാൽ നിർത്തുകയോ ചെയ്യുന്നത് ശരിയായ പ്രവണതയല്ല. പലപ്പോഴും ഒരു പ്രതിസന്ധി നേരിടേണ്ടി വരിക ഈ ജോലിക്ക് പോകുന്ന അമ്മമാർക്കാണ്. കുഞ്ഞിന് ഇത്ര സമയമെന്നുള്ള ഒരു കണക്കില്ലാതെ പാല് കൊടുക്കണമെന്ന് തന്നെയാണ്. ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് ഇത് എങ്ങനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും? നമ്മൾ പറയുന്നത് ഇപ്പോൾ പ്രസവാവധിയൊക്കെ നമുക്കൊരു 3 മാസം വരെ കിട്ടുന്ന ഒരു അന്തരീക്ഷമുണ്ട്. എന്നിരുന്നാൽ കൂടെ നമുക്ക് ഒരു 3 മാസം കഴിഞ്ഞ് ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് മിൽക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ബ്രസ്റ്റ് പമ്പ്സ് ഉണ്ട്, നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം പ്രചാരത്തിലുള്ള ഒരു മാർഗ്ഗമാണ് ഈ ബ്രസ്റ്റ് പമ്പ് വെച്ച് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കളക്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യുന്നതിലുള്ള കുറച്ച് കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടെങ്കിലും സത്യാവസ്ഥ, നമുക്കിപ്പോൾ ഒരു റിഫ്രിജറേറ്ററിലാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ 24 മണിക്കൂർ വരെ നമുക്ക് ശുദ്ധമായ ആ പാല് വിത്തൗട്ട് എനി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് എനി അതർ ഒരു ഇത് വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. ഇനി നോർമൽ റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ നമുക്ക് 6 മണിക്കൂർ വരെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ജോലിക്ക് പോകുന്ന അമ്മമാർ നമുക്ക് ജോലിഭാരം എത്രയാണെങ്കിലും കളക്ട് ചെയ്ത് വയ്ക്കുക, പോവുക, തിരിച്ചിടയ്ക്കൊന്ന് വരാൻ പറ്റുന്നെങ്കിൽ വന്ന് പിന്നെയും കളക്ട് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ ഈ ഒരു പാല് നമുക്ക് കുറച്ച് നമുക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ജോലിക്ക് പോകുന്ന അമ്മമാർ ബ്രസ്റ്റ് ഫീഡിങ് നിർത്തണം എന്നുള്ള അഭിപ്രായം ഉരുത്തിരിയുന്നത് ശരിയായ പ്രവണതയല്ല. ബ്രസ്റ്റ് ഫീഡ് കളക്ട് ചെയ്യുക, ആ രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, ഡോക്ടർ സൂചിപ്പിച്ച പോലെ ജോലിക്ക് പോകുന്ന അമ്മമാർ പാല് കളക്ട് ചെയ്ത് മറ്റുള്ളവരാണ് അത് കുഞ്ഞിന് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എത്രത്തോളം, മറ്റത് അമ്മയിൽ നിന്ന് ഡയറക്റ്റായിട്ട് കുഞ്ഞിന് കിട്ടുകയാണ്, വൃത്തിയുണ്ട്.
മറ്റുള്ളവർ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രീതിയിൽ അത് കൊടുക്കണം? അതെ, ഒന്നാമത്തെ കാര്യം നമ്മൾ നോർമലായിട്ട് കളക്ട് ചെയ്ത് വെക്കുമ്പോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളും എല്ലാം നല്ല വൃത്തിയുള്ള പാത്രങ്ങൾ തന്നെയായിരിക്കുമല്ലോ, അതൊന്ന്. രണ്ടാമത് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് ഒന്നാമത്തെ കാര്യം സ്പൂണിൽ തന്നെ കൊടുക്കണം എന്നുള്ളതാണ്. സ്പൂൺ അല്ലെങ്കിൽ ഗോകർണം, അങ്ങനെ ഗോകർണം അല്ലെങ്കിൽ സ്പൂൺ അങ്ങനെ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. കാര്യം പലരും ചെയ്യുന്ന തെറ്റായ പ്രവണത എളുപ്പത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു തെറ്റായ മനസ്ഥിതി കൊണ്ടോ നമ്മൾ ബോട്ടിൽ ഫീഡായിട്ട് ഈ ബ്രസ്റ്റ് മിൽക്ക് തന്നെ എടുത്തൊരു ബോട്ടിൽ ഫീഡിൽ കൊടുക്കുന്ന ആൾക്കാരെ അറിയാം. പക്ഷേ തെറ്റായ പ്രവണതയാണ്. കാര്യം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറയുന്നത് യാതൊരു കണ്ടാമിനേഷനും ഇല്ലാത്ത, നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു പദാർത്ഥമില്ല. അപ്പോൾ നമ്മളൊരു ഔട്ട്സൈഡായിട്ടുള്ള ഒരു കുപ്പിയോ പാലോ അല്ലെങ്കിൽ നിപ്പിളോ കാരണം ഒരു ഇൻഫെക്ഷൻ, അപ്പോൾ ആദ്യം കുപ്പിപ്പാൽ വഴി കൊടുക്കുന്നത് നിർത്തുക. നല്ലൊരു വൃത്തിയുള്ള സ്പൂണോ ഈ പറഞ്ഞ ചെറിയ സ്റ്റീൽ പാത്രങ്ങളോ ഒക്കെ രാവിലെ തന്നെ കുറേ ചൂടാക്കി വെച്ചിട്ട് ഓരോ പ്രാവശ്യം കൊടുക്കുമ്പോഴും അതിൽ നിന്ന് ശകലം എടുത്ത് സ്പൂണിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അമ്മയുടെ പാൽ ചുരുത്തുന്നതും സ്പൂണും ഗോകർണത്തിലൂടെ ചുരുത്തുന്നത് ഏതാണ്ട് ഒരേ രീതിയിലാണ് അതിൻ്റെ ചുരുത്തുന്ന രീതി. നേരെ മറിച്ച് നിപ്പിൾ വഴി കൊടുക്കുന്നത് വേറൊരു രീതിയിലാണ്. അപ്പോൾ പലപ്പോഴും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള റീസണാണ് ഈ കുപ്പിപ്പാൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുപ്പിയിൽ കൂടെ പാൽ കൊടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൊടുക്കുന്നയാൾ വൃത്തിയുള്ള കൈയും ഇൻഫെക്ഷൻ ഇല്ലാത്തത്, അതായത് ചില ആൾക്കാർക്ക് നമുക്ക് ജലദോഷം ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻ എടുത്ത് മാസ്ക് ഒക്കെ വെച്ച് ആ രീതിയിൽ ചെയ്യുക. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും അമ്മയുടെ പാല് നേരിട്ട് കൊടുക്കുന്ന ഒരു ബോണ്ടിങ് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പോൾ അമ്മയുടെ പാല്, അമ്മയുടെ മുലപ്പാൽ ചുരുത്തുന്നതാണ് അതിൻ്റെ ഉത്തമമായ മാർഗം. എന്നിരുന്നാലും നമുക്ക് അതിൻ്റെ ഗുണഗണങ്ങൾ അമ്മയുടെ പാലാണ് അവിടെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് കളക്ട് ചെയ്ത് ഈ രീതിയിൽ കൊടുക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇത്തരം പ്രിക്കോഷണറി മെഷേഴ്സ് എടുത്തിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, മുലയൂട്ടൽ മൂലം അമ്മമാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പാല് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ടോ? അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാനായി സാധിക്കും? സാധാരണഗതിയിൽ നമുക്ക് കാണുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന നിപ്പിൾ ക്രാക്സ്, നിപ്പിൾ പെയിൻ, നിപ്പിളിലൊരു പെയിൻ, അമ്മയുടെ മുലഞ്ഞിട്ടുള്ളൊരു പെയിനൊക്കെ വരാം. അത് കൂടുതലും നമ്മൾ കൊടുക്കുന്ന മുലയൂട്ടുന്ന രീതിയിലുള്ള തെറ്റായ പ്രവണത കൂടിയാണ്. പലപ്പോഴും കിടത്തിക്കൊണ്ട് കൊടുക്കുക, നല്ലതുപോലെ ലാച്ച് ചെയ്ത് കൊടുക്കാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഇത് വരുമ്പോൾ ചിലപ്പം വിണ്ട് കീറൽ വരാം. ചിലപ്പോൾ കുട്ടി കടിക്കുന്നത് കൊണ്ടും ഒക്കെ ഒരു വിണ്ട് കീറൽ ആ നിപ്പിളിൽ വരുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഫംഗസിൻ്റെ ഇതുകൊണ്ട് വരാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ചെറിയ ആൻറ്റി ഫംഗലൊക്കെ നമുക്ക് ആ നിപ്പിളുടെ പുറത്ത് പുരട്ടുകയും അത് പിന്നെ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് കഴുകി കളഞ്ഞിട്ട് കൊടുക്കുകയും ചെയ്യുന്നതിലൂടെ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത് ഏറ്റവും കൂടുതൽ കാണുന്നത് ബ്രസ്റ്റ് എൻഗോർജ്മെൻ്റ് എന്ന് പറയും. ഇപ്പോൾ നമുക്ക് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയുടെ മുലപ്പാൽ പെട്ടെന്ന് ബ്രസ്റ്റ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഓൺ ഡിമാൻഡ് ഫീഡ് ചെയ്യാത്ത കുറേ മാതാപിതാക്കളുണ്ട്. മാതാവുണ്ട്. അപ്പോൾ എന്താ പറ്റുന്നത്, ഈ ബ്രസ്റ്റിൽ പാല് ഫില്ലായി കിടക്കുകയും അത് ചുരുത്താതിരിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു വേദനയും ഒക്കെ നമുക്ക് അമ്മമാർക്ക് അനുഭവപ്പെടാറുണ്ട്. അത് വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ടെൻഡറായിട്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു ചെറിയൊരു ചൂട് ഹോട്ട് ഫോർമൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ തുണിയിൽ ചൂടുവെള്ളം ശകലമായി ഒന്ന് അപ്ലൈ ചെയ്യുകയും അതിനനുസൃതം കൃത്യമായിട്ട് ഈ ഇൻ്റർവെല്ലിൽ ചുരുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ഇത് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഒരു 1% ആൾക്കാർക്ക് കാണുന്നതെന്ന് പറയുന്നത് അതിലെ ഇൻഫെക്ഷനാണ്. ഈ പാല് ചുരത്താൻ പറ്റാത്ത ഒരവസ്ഥ വരുമ്പോൾ പാല് കെട്ടിക്കിടന്ന് അതുവഴി ഇൻഫെക്ഷൻ ആകുന്നതാണ്. അത് നമ്മളൊരു ഡോക്ടറുടെ സഹായത്തോടു കൂടി, പനി വരാൻ സാധ്യതയുണ്ട് ആ സമയത്ത്, അപ്പോൾ അത് നമുക്ക് ഡോക്ടറുടെ സഹായത്തോടെ ആൻറ്റിബയോട്ടിക്സൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു അസുഖം മാറിക്കിട്ടുന്നതായിരിക്കും. ഇതെല്ലാം വളരെ റെയറാണെന്നുള്ള സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കണം. അത് കൃത്യമായ ഒരു നമ്മൾ ആ മുലയൂട്ടുന്ന രീതിയിലൂടെ ഇതിൽ ആദ്യത്തെ രണ്ടും വളരെയധികം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് നമുക്ക് ഈ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴാണ്. അപ്പോൾ അത് മുൻകൂട്ടി കണ്ട് പാല് പിഴിഞ്ഞു കളയുകയോ മറ്റോ ചെയ്ത് ആ ഒരു സാഹചര്യം വരാതിരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന്, അവിടെയാണ് എല്ലാവരും ഒത്തുചേർന്നുള്ള ഒരു കൺസെപ്റ്റ്, ഒരു തീം നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. കാര്യം അമ്മയ്ക്ക് വേണ്ടിയുള്ള ഉപദേശം, അമ്മയ്ക്ക് വേണ്ടിയുള്ള സഹായം എല്ലാ ഭാഗത്തുനിന്നും വന്നാലേ ഈ സമ്മർദ്ദം അമ്മയ്ക്ക് താങ്ങാനോ അതിനുവേണ്ടി മുൻകരുതലുകൾ എടുക്കാനോ അമ്മയ്ക്ക് സാധിക്കുകയുള്ളൂ. ഇത്രയാണ് സാധാരണഗതിയിൽ നമുക്ക് മുലയൂട്ടുന്ന അമ്മമാരിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾ. പലപ്പോഴും ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചു, ഒരു 3ാമത്തെ സ്റ്റേജ് വരികയാണെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിച്ച അസുഖം, പല മരുന്നുകളും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ഡോക്ടറുടെ ഇൻസ്ട്രക്ഷനോട് കൂടി തന്നെ കഴിക്കേണ്ടതില്ല. സ്വയം ചികിത്സ നടത്തുന്ന പലരും ഇപ്പോഴുമുണ്ട്. അത് ശരിയായ ഏറ്റവും തെറ്റിദ്ധാരണപരമായ കാര്യം നിലനിൽക്കുന്നതും എന്നാൽ ശരിയായ ചോദ്യമാണിത്. കാര്യം ഒന്നാമത്തെ കാര്യം, പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ കാലം. പണ്ട്
നമുക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് നമ്മൾ ഗുളിക യഥേഷ്ടം വാങ്ങിച്ച് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഒരു അലാമിങ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഗുളികകൾ ഈ പ്രഗ്നൻറ്റ് ലേഡീസ് അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് ലേഡീസ് ഡോക്ടറുടെ സഹായത്തോടെ സഹായമില്ലാതെ മേടിച്ച് കഴിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് കഴിവതും നമുക്ക് ഈ പനി ഒക്കെ അത്യാവശ്യമൊക്കെ വരുമ്പോൾ നമ്മൾ പാരസെറ്റമോളൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ലെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് അല്ലെങ്കിലും ഈ ഒരു മുലയൂട്ടുന്ന അമ്മമാരിൽ എന്തെങ്കിലും കഫക്കെട്ടോ ആ രീതിയിലുള്ള അസുഖങ്ങൾ സ്വയം ചികിത്സ എടുക്കാതെ ഒരു ഡോക്ടറുടെ സഹായത്തോടെ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ചില മരുന്നുകളിൽ നമുക്ക് ഒരു കുട്ടിക്കും കൂടെ അല്ലെങ്കിൽ മുലപ്പാലിലൂടെ പോകുന്നൊരവസ്ഥയോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡോക്ടറുടെ സഹായത്തോടു കൂടി മാത്രം മരുന്നുകൾ എടുക്കേണ്ടതായിട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്തരം അസുഖം വരുമ്പോൾ ഡോക്ടറുടെ സഹായത്തോടു കൂടി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഓക്കെ, ഇന്ന് മുലയൂട്ടൽ വാരം തുടങ്ങുകയാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ വർഷത്തെ സന്ദേശത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചുമാണ് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം SK ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ശ്രീജിത്ത് ആണ്. ഡോക്ടർ വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ആരോഗ്യ വാർത്തകളിൽ ഒരിടവേള. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. ഇന്ത്യയിൽ പ്രായമേറിയവരിൽ നല്ലൊരു വിഭാഗവും ഏതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗങ്ങൾക്ക് വിധേയരെന്ന പഠനം. 100-ൽ 43 പേരും ഒറ്റപ്പെടൽ കൊണ്ടോ വൈവാഹികമോ വിവാഹേതരമായ ബന്ധങ്ങൾ മൂലമോ ഉള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നാണ് പഠനം പറയുന്നത്. രാജ്യത്ത് 50,000-ഓളം പേരെയാണ് ഏജ് വെൽ ഫൗണ്ടേഷൻ എന്ന സംഘടന നിരീക്ഷണം വിധേയമാക്കിയത്. 100-ൽ 50% ഉറ്റവരാലും ഉടയവരാലും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. മുതിർന്നവരുടെ ആയുർദൈർഘ്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഉയർന്ന നിരക്ക് ഒറ്റപ്പെടുന്നവരുടെ എണ്ണം കൂടുന്നതിന് കാരണമാകുന്നു. സർക്കാർ മുൻകൈയെടുത്ത് പ്രായമായവരുടെ ശാക്തീകരണത്തിന് മുൻകൈയെടുക്കണമെന്ന് ഏജ് വെൽ ഫൗണ്ടേഷൻ ആവശ്യപ്പെടുന്നു. പ്രായമായവരുടെ താൽപ്പര്യങ്ങളും അവകാശങ്ങളും അവഗണിക്കുന്നത് സാമൂഹിക വികസന അജണ്ടയ്ക്ക് എതിരാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു. മണൽവിരയുടെ രക്തത്തിൽ നിന്ന് അത്ഭുത മരുന്ന് കണ്ടെത്തിയ ഗവേഷകർ. മനുഷ്യരുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനെ അപേക്ഷിച്ച് 40 മടങ്ങ് ഓക്സിജൻ വഹിക്കാനുള്ള ശേഷി മണൽവിരയുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ ഉണ്ടെന്നാണ് ഫ്രഞ്ച് ഗവേഷകരുടെ കണ്ടെത്തൽ. മനുഷ്യരക്തത്തിന് പകരമായി മണൽവിരയുടെ രക്തം ഉപയോഗപ്പെടുത്താനായാൽ ഗുരുതരാവസ്ഥയിലുള്ള ആയിരങ്ങളെ രക്ഷിക്കാം. ശസ്ത്രക്രിയയും അവയവമാറ്റവും നടത്തിയവർക്ക് വേഗം സുഖം പ്രാപിക്കാനാകും. പ്രധാന ആരോഗ്യ വാർത്തകൾ വീണ്ടും. ആഗോള മുലയൂട്ടൽ വാരം ഇന്നു മുതൽ 7-ാം തീയതി വരെ. മുലയൂട്ടൽ സുസ്ഥിരമാക്കാൻ ഒരുമിക്കാമെന്നത് ഇത്തവണത്തെ യൂണിസെഫിന്റെ സന്ദേശം. ഇന്ത്യയിൽ പ്രായമേറിയവരിൽ നല്ലൊരു വിഭാഗവും ഏതെങ്കിലും തരത്തിലുള്ള മാനസിക രോഗങ്ങൾക്ക് വിധേയരെന്ന പഠനം. മണൽവിരയുടെ രക്തത്തിൽ നിന്ന് അത്ഭുത മരുന്ന് കണ്ടെത്തിയ ഗവേഷകർ. ആരോഗ്യവാർത്തകൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ലഭ്യമാണ്. amritatv.com/health സന്ദർശിക്കുക. യൂട്യൂബിൽ കാണാൻ youtube.com/amritatv സന്ദർശിക്കുക. ആരോഗ്യവാർത്തകൾ വീണ്ടും നാളെ ഉച്ചയ്ക്ക് 12:30 കാണാം. നമസ്കാരം.